ഫ്ലൂവിൻ്റെ കാലമാണ് ഇതില്ലേ, ഒരുപാട് ജലദോഷപ്പനികളുടെ കാലം. ഇത് എന്തുകൊണ്ടാണ് ഈ ഫ്ലൂ എന്നുള്ളത്? ഇൻഫ്ലുവൻസ. അത് ഏത് വാക്കുന്ന വന്നെന്ന് ആലോചിച്ച് നോക്ക്. ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുക എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പോൾ ഈ ഫ്ലൂ ഇങ്ങനെ വളരെ ശക്തമായിട്ട് വ്യാപിക്കുന്ന ഒരു ദുഷ്സ്വാധീനമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, നമ്മൾ ചിന്തിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ് ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഞാനും അകടുത്ത് പെടും കേട്ടോ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴെങ്കിലും ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഇവരെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട്, ഇവരുടെ പോസ്റ്റിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കൊണ്ട്, ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കുറച്ച് സമയമെങ്കിലും ഞാനത് വാച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് എന്ത് ലഭിക്കുന്നു എന്ന് നമ്മളെപ്പോഴെങ്കിലും ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? എന്നിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു? ചിലപ്പോൾ ചില പൊളിറ്റിക്കൽ ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു പ്രത്യേക പക്ഷത്തെ തന്നെ ന്യായീകരിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും. നമ്മളതിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കും തോറും നമുക്ക് എന്താ ഇൻഫർമേഷൻ അതിൽ കിട്ടുന്നത്? അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ മൈൻഡിൻ്റെ ആ ഒരു മാനസികാവസ്ഥ, എന്തൊരു എമോഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളെപ്പോഴെങ്കിലും ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? വിലയിരുത്തിയിട്ടില്ലെങ്കിൽ ഈ പുതുവത്സരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം അതാണ്, വിലയിരുത്തണം. നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്ത, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസോ ഉണ്ടാക്കുന്ന എല്ലാ ചാനലുകളിൽ നിന്നും നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യണം. അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവർ ക്രിയേഷൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, അവരിഷ്ടപ്പെടുന്ന മറ്റൊരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് ആവശ്യമില്ല, എനിക്കും അത് ആവശ്യമില്ല. ഞാൻ ഒരുപാട് ചാനലുകളിൽ നിന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് പോലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ അവർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഇറ്റ്സ് നോട്ട് വർത്ത്ഫുൾ ഫോർ മീ. എനിക്ക് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒക്കെ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. തീരെ ഉപകാരമില്ലാത്തതെന്നല്ല കേട്ടോ. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലൊന്നും ഇടുന്ന ആൾക്കാരിടുന്ന പ്രൊഫൈൽ പിക്ചേഴ്സ് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ. ചിലത് നമുക്ക് നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തെയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ, സംഘടനകളെയൊക്കെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നവരാണെങ്കിൽ അവരെയൊന്നും നിങ്ങളതിൽ പൊരുതാക്കേണ്ടതില്ല. കാരണം അതൊന്നും നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള, നമ്മൾ അതുപോലെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നെങ്കിൽ അത് പാടില്ല. മനസ്സിലായില്ലേ? ഇൻഫ്ലുവൻസ വൈറസിനെ പോലെ അവർ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദുസ്വാധീനമായിട്ട് അത് പ്രവർത്തിക്കും എന്നുള്ളതാണ് കാരണം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ബായ്.